2 സാല് കുറച്ച് അമരട്ട് 3 9 10 11 12 30 27 28 29 30 ശരി 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 രാവിലെ തന്നെ എല്ലാവരെയും കൊണ്ട് സ്കോട്ട് അടിപ്പിച്ചേ. അത് കഴിഞ്ഞിട്ട് എൻ്റെ മീറ്റിംഗ് ആണ്. എല്ലാവർക്കും കുറേ തത്വങ്ങളും ആശയങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കലാണ് നമ്മളെ മീറ്റിങ്ങിൻ്റെ പ്രത്യേകത. പിന്നെ അവരുടെ അഭിപ്രായം നമ്മൾ കേൾക്കും, അതിനെപ്പറ്റിയെല്ലാം ഡിസ്കസ് ചെയ്ത് അവസാനം നമ്മളെ മാനേജർ സുജേഷ് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുത്തിട്ട് മീറ്റിംഗ് അവസാനിപ്പിക്കലാണ് നമ്മളെ സ്ഥിരം പരിപാടി കേട്ടാ. എന്നിട്ടല്ല എല്ലാവരും കൊണ്ട് സ്കോട്ട് അടിപ്പിച്ചേ. സംഗതി എന്നറിയുക, ഇവിടെ വരുന്ന കസ്റ്റമറെ കൊണ്ടൊക്കെ സ്കോട്ട് അടിപ്പിക്കലുണ്ട്, ഇവർ സ്കോട്ട് അടിക്കലുണ്ട്. അപ്പം ഞാനിപ്പോൾ റൂൾസ് ആക്കി വെച്ചാൽ നിങ്ങൾ വീട്ടിൽ നിന്നെല്ലാവരും രാവിലെ എണിച്ചിട്ട് ഒരു 10 സ്കോട്ട് അടിക്കണമെന്ന് റൂൾസ് ആക്കിനെ. പിന്നെ അതുമാത്രമല്ല, വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇനി നാട്ടിൽ പോയി കഴിഞ്ഞാൽ നാട്ടിലുള്ളവരോട് ഒരു ഏതെങ്കിലും ഒരാളോട് അല്ലെങ്കിൽ 2 ആളോട് ഗുഡ് വേർഡ് എന്തെങ്കിലും പറയണം. അത് പിറ്റേന്ന് മീറ്റിങ്ങിൽ പറയണം എന്നാണ് റൂൾസ്. നിർബന്ധമായിട്ടും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു 4 ആളോട് അല്ലെങ്കിൽ 2 ആളോട് ഗുഡ് വേർഡ് പറയണം. വീട്ടിലുള്ള ആൾക്കാരോടെല്ലാം പറയണം, ഭാര്യയോടായാലും പറയണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. കാരണം നമ്മളെ ഉള്ളിൽ നല്ല ശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സ്റ്റാഫിൻ്റെ ഉള്ളിൽ നല്ലൊരു ക്യാരക്ടർ ഉണ്ടാക്കുക. പിന്നെ നമുക്ക് ഒരാളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം എന്നാൽ അവരെ കുറിച്ചൊരു നല്ലത് പറയലാണ് ഏറ്റവും വലിയ ഉപകാരം. അവരെ കോൺഫിഡൻസ് കൂടുതലല്ലേ ഷബീറ? ഇന്നലെ നീ പോയിട്ട് ഗുഡ് ബോർഡ് എക്സ്ട്രാ എന്നാലും പറഞ്ഞൊരു ഗുഡ് ബോർഡ് എന്ന് പറയാം. വീട്ടിൽ പോയിട്ട് പറഞ്ഞത് കുട്ടികളോടൊക്കെ നല്ല എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോത്സാഹിപ്പിച്ച് നല്ല തന്നെ പറയുന്നത്. അവർക്ക് സന്തോഷിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിലെല്ലാം പറയും. വൈഫിനോട് സന്തോഷിക്കേണ്ട എന്തെങ്കിലും പറഞ്ഞാ വൈഫിന് കിട്ടുന്നത് ഏകദേശം നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും പറയുന്നതാണ്. കളിക്കുന്ന സമയത്ത് നല്ല പാസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര എൻകറേജ് ചെയ്യിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവരെ നല്ല നല്ല വാക്കുകൾ പറയാം. നമ്മളെ ജീവിതത്തിൽ നമ്മളെ ബന്ധപ്പെടുന്ന ആൾക്കാരോടൊക്കെ നല്ല വാക്കുകൾ പറയാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മീറ്റിങ്ങിലും എന്നത്തെ മീറ്റിങ്ങിലും ഞാൻ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ പറയലുണ്ട്, ഓരോന്ന് ഇവരെ കൊണ്ട് ചെയ്യിക്കലുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റാഫുകളിൽ ഒരുപാട് മാറ്റം ഉണ്ട്. നിന്റെ എന്താ ഗുഡ് ബേർഡ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടോ നാട്ടിൽ നിന്നോ? ഭാര്യയോട് നല്ലത് പറഞ്ഞു. അത് എപ്പം പറയുന്നല്ലേ? ഇന്നലെ പോയിട്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്നാ പറഞ്ഞ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ആകെ ഉഷാറായിട്ട് വന്നിട്ടുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നല്ല സന്തോഷമായി. കണ്ട ഇങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടാ. നമ്മളെ ഷോപ്പിലുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ സെയില്, കസ്റ്റമർ കെയറിങ്, മറ്റും മാത്രമല്ലേ വ്യക്തിത്വം. നമ്മളെ സ്റ്റാഫിനൊക്കെ നല്ലൊരു വ്യക്തിത്വം ഉണ്ടാവണം, നല്ലൊരു സ്വഭാവം ഉണ്ടാവണം, മറ്റുള്ളവരുടെ പെരുമാറ്റം പെർഫെക്റ്റ് ആവണം. ഇതൊക്കെ വേണം. ഇതൊക്കെയാണ് ശരിക്കും ഒരു സെയിൽസ്മാൻ്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ വിജയിക്കുന്നത് അവിടെയൊക്കെയാണ്. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ശനിയാഴ്ച കൊണ്ടേ കുറച്ച് തിരക്കാണ്. ഇന്നലെ മഴയുണ്ട്, ആളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇന്ന് കുറച്ച് തിരക്കട്ടെ. പിന്നെ സമയം നോക്കിട്ടെ, സന്ധ്യ. ഓ ഇതാരെ വരുന്ന നോക്കിട്ടെ. ഇതാ നിങ്ങളാള്, ഒരാളുണ്ട് കേട്ടാ. ഇവരെ ഞാൻ പറഞ്ഞില്ലേ എല്ലാ ദിവസവും വരും. ഇപ്പൊ 2 ദിവസം വരാത്തല്ലേ? 2 ദിവസം കല്യാണം ആയതുകൊണ്ട് 2 ദിവസം പറ്റിയിട്ടില്ല. പക്ഷെ സ്ഥിരം വരുന്നുണ്ടല്ലോ, അതിന്റെ മാറ്റം ഭയങ്കരമായിട്ടുണ്ടല്ലോ. അല്ല ഇതിനെക്കാട്ടും നല്ല സ്കോട്ട് അടി അതെങ്കിലും ചെയ്താ വീട്ടിൽ കണ്ടല്ല സ്കോട്ട് അടിച്ച് കണ്ടല്ല. ഞാൻ ഇന്ന് മറ്റേ മൊബൈലിൽ കണ്ടല്ല. അതായത് 10 പ്രാവശ്യം സ്കോട്ട് അടിച്ച് കഴിഞ്ഞാല് അതായത് 10,000 സ്റ്റെപ്പ് വെക്കുന്നല്ലേ. സ്റ്റെപ്പിന്റെ ഗുണമാണ് 10 സ്കോട്ട് അടിച്ചാല്. നമ്മളെവിടെയാണെങ്കിൽ നോക്കിയേട്ടെ, 20 സ്കോട്ട് അടിച്ചാല് പൈസ അങ്ങോട്ടേക്കാണ്. എല്ലാളും 20, ലേഡീസ് ആണെങ്കിൽ 10 സ്റ്റെപ്പ് അടിച്ചാൽ 100 റുപ്യ നമ്മൾ അങ്ങോട്ട് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കലാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ചെയ്താൽ കേട്ടോ സ്കോട്ട് അടി. പിന്നെ ഈ മിഷനല്ലേ, മിഷനിൽ കയറുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി അല്ലേ. എല്ലാവർക്കും സ്വാഗതം. നമ്മള് പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ട്. ഇതിന്റെ മുകളിൽ പറ്റി പറയാൻ വേണ്ടിട്ട് അപ്പൊ ഒരു സമയം ഒഴിവില്ല. അത് ഇതൊരു എത്തിയിട്ട് കാണുന്നില്ല. അപ്പൊ ഒരു വരും എന്തായാലും ഇതിനായിട്ട് വരുന്നേക്കാം. ഇതേടെ ഉണ്ട് ഒരാൾ സ്ഥിരമായിട്ട് നമ്മൾ ഇതിനായിട്ട് വരുന്ന ഒരാളാണ്. അല്ല ഇത് 2 ദിവസമായിട്ട് വന്നിട്ടില്ല. ഓ എന്നാ പിന്നെ ഞാനുണ്ടായിരുന്നതാ. ഞാൻ പറയാ നിങ്ങളെന്തായാലും ശരിക്കും നമ്മള് സ്ഥിരം ആൾക്കാരായി മാറിയിട്ട് പറയാ. അതല്ലേ നല്ല മാറ്റം.
അതല്ലേ ഓർക്കിപ്പോ ഇല്ലാണ്ട് പറ്റാണ്ടായി വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉറക്കില്ല അല്ല ആരും ഉഷാറില്ലാതെ ഉറക്കിട്ടുണ്ടോ രാത്രി ഉറക്ക് അല്ലേ വ്യായാമം ചെയ്താൽ പിന്നെ അങ്ങനെ തന്നെ ഇത് മടിയന്മാർക്കുള്ള സാധനമാണ് മടിയില്ലാത്തവര് രാവിലെ അടിച്ചിട്ട് ഓടിയിട്ട് ജിമ്മിലെ പോലെ മടിയുള്ളവർക്ക് ഇറങ്ങാണ്ട് നിൽക്കാം അങ്ങനെയാണല്ലേ അപ്പൊ അങ്ങനെയാന്നട്ടാ ശാലിന്റെ ഭർത്താവിന്റെ പെങ്ങള് എല്ലാരും കൂടിയിട്ടാണ് ഇത് ഷോപ്പിൽ വന്നത് ഭയങ്കര സന്തോഷമല്ലേ ശാലു അപ്പൊ എടുത്ത സാധനം നോക്കുന്നുണ്ട് ശാലിന് പറഞ്ഞ എന്നോട് പ്രത്യേകം ഡിസ്കൗണ്ട് ആക്കണത് ഞാൻ അതല്ലെന്നാ പ്രത്യേകം പറയണ്ടേ ശാലിനെ ചേരുമ്പോ നമ്മള് പിന്നെ അതിന്റെ ഇടയിലേ നമ്മളെ ജാനുവിന്റെ സ്കൂളിലെ ആദിത്യ ജ്യോതി ജാനുവിന്റെ ഫ്രണ്ടാണ് പിന്നെ അമ്മ പിന്നെ ഇത് വല്യമ്മ എല്ലാരും കൂടിയിട്ട് സ്വർണ്ണം എടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഷോപ്പ് കാണാനും പിന്നെ ജാനുവിന്റെ ഫ്രണ്ട് പറയുന്നല്ലേ ഷോപ്പ് എന്താണെന്ന് കാണുന്നല്ലേ അല്ലേ ആദിത്യ ജ്യോതി ഹായ് പറ ഹായ് ക്യാമറ ആണ് നല്ലൊരു ചമ്മൻ ചേർത്ത ഡിസ്കൗണ്ട് തന്നില്ല അല്ലേ അപ്പൊ ഡിസ്കൗണ്ട് ആണ് ചോദിക്കുന്നത് ഡിസ്കൗണ്ട് എന്തായാലും നമ്മളെ ഷോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടാ അത് ശരിയാക്കാം ബില്ലാക്കട്ടെ അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞോളൂല്ല ഇതിന്റെ ഇടയിലേ ഒരു മോതിരം ശരിയാക്കാൻ വേണ്ടിട്ട് നോക്കിട്ടെ ഉണ്ടാ ഇത് റൗണ്ട് ക്ലിയർ അല്ലേ അപ്പോൾ ആക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു മിഷൻ വാങ്ങിയത് സത്യം പറഞ്ഞാൽ മുമ്പേ ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നേ നമ്മളിപ്പോൾ അതിനെപ്പറ്റി അറിഞ്ഞേ നോക്കിയോട്ടെ ഇപ്പല്ല ഇത് വാങ്ങിയിട്ട് കുറച്ച് മാസമായേ എന്നാലും മുന്നേ വാങ്ങേണ്ടതായിരുന്നു ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ പൊന്തിക്ക് ചെയ്യണ്ട പൊന്തിക്കും മുകളിൽ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട എന്നാലും ഇതിങ്ങനെ വലുതായി വരും താത്തി കൊടുക്കുക നോക്കട്ടെ നല്ല കറക്റ്റ് ഷേപ്പായി മുന്നേ നമ്മൾക്കൊരു ഒരാൾ വന്നിട്ട് ഇതുപോലെ വെഡ്ഡിങ് റിംഗ് ആയിരുന്നു മാറ്റണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സുഹൃത്താണ് പയ്യ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഞാനെന്ത് ചെയ്തറിയാവുക എന്തായാലും നമ്മൾ മുട്ടിയിട്ടാണ് വലുതാക്കല്ലേ എന്നാലും ഈ സിസ്റ്റത്തെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ പണ്ട് സ്വർണ്ണപ്പണം എടുത്തിട്ട് പക്ഷേ ആ ഫീൽഡ് കിട്ടില്ല പിന്നെ ഇതിനെപ്പറ്റി നമുക്ക് അറിയില്ല പിന്നെ അന്വേഷിച്ചതും ഇല്ല അവസാനം ഇങ്ങനെ ഒരു നല്ലൊരു മോതിരം കൊണ്ടുവരും ഞാൻ ഇതിൻ്റെ അടിഭാഗം മുട്ടിയിട്ട് നോക്കുമ്പോൾ കുറച്ച് കാലിയായി അപ്പോൾ മുട്ടുമ്പോൾ ചെറുങ്ങനെ അവിടെ കല വരും അപ്പോൾ നമ്മൾ ചെറുങ്ങനെ വരച്ച് കളയുമ്പോൾ ചെറിയൊരു 10 മില്ലി 20 മില്ലിൻ്റെ ഒരു വ്യത്യാസം തൂക്കം വ്യത്യാസം വന്നു ലാസ്റ്റ് അവർ ആകെ പിണങ്ങിയിട്ടാണ് പോയത് സത്യം പറഞ്ഞാൽ അന്ന് ജ്വല്ലറി നല്ല തിരക്കുള്ള സമയമായിരുന്നേ അപ്പോൾ എനിക്ക് ഇത് വലുതാക്കാൻ സമയമില്ല പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ എടാ നമ്മളെ ചങ്ങാതിൻ്റെ മോനാണ് അപ്പോൾ അന്ന് ശരിയായി കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇല്ലാത്ത സമയത്ത് റിസ്ക് എടുത്തിട്ട് ആയിക്കൊടുത്തത് നല്ലത് വിചാരിച്ചാൽ ചെയ്തേ പക്ഷേങ്കിൽ അത് ദോഷമായിപ്പോയി കാരണം അതിന് കലയായപ്പം വെഡ്ഡിങ് റിംഗ് അല്ലേ കല്യാണം കഴിഞ്ഞിട്ട് അത്രേ ആയുള്ളൂ അപ്പോൾ വൈഫിനത് ഒരു വിഷമമായി ഓർക്കും വിഷമമായി പിന്നെ അതിൻ്റെ അകത്ത് ഒരു 10 മില്ലിയുടെ കുറവ് എന്നുള്ളൊരു പ്രശ്നം അത് നമ്മൾ ചിലപ്പോൾ ത്രാസിൽ തന്നെ ഒരു വേരിയേഷൻ വരും ചിലപ്പോൾ അങ്ങനെ കുറയാനേ വഴി കാരണം അങ്ങനെ മുട്ടിയിട്ട് വരക്കുമ്പോൾ അങ്ങനെ ബലിങ്ങനെ കുറയില്ല ബലിങ്ങനല്ല 10 കിലോൻ്റെ ചെറിയൊരു പോയിൻ്റ് അത് കുറയത്തെ അപ്പോൾ അത് ഓർക്ക് ഭയങ്കര വിഷമമായി പിന്നെ അവർ ഒരു രീതിയിലൊക്കെ സംസാരിച്ച് മനക്കും ഭയങ്കര വിഷമമായി അതിനുശേഷം മോതിരം വലുതാക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല ഞാൻ രാവിലെ അത് മറ്റും ഒഴിവാക്കണം അങ്ങനെ ഒരുപാട് കേസ് ഒഴിവാക്കേണ്ട വന്ന് പിന്നെ അതിന് ശേഷമാണ് ഈ സാധനം വന്നത് കേട്ടോ ഇതിപ്പം വന്നപ്പോൾ എനിക്കത് കാര്യം കുറേ കൂടി എളുപ്പമായി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നോക്കട്ടെ അതിന് പൊന്തിക്കേണ്ട കേസണ്ട പൊന്തിക്കുമ്പോൾ മുകളിൽ പൊന്തി വരുന്നുണ്ട ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സാധനം നല്ല സെറ്റാവുന്ന ഒരവസ്ഥ ഇപ്പോൾ ആയതാണ് എന്തായാലും സമയം കുറേ ലേറ്റായി വരുന്നുണ്ട് ഇനി എനിക്ക് വീട്ടിൽ പോയിട്ട് ഒരു കുളിക്കണം കാരണം രാവിലെ ഇവിടെ ഇരിക്കുന്നല്ല ഒരു മുഷിപ്പുണ്ട് നല്ല പോണ്ട പരിപാടി നോക്കട്ടെ ഇത് കൊടുത്തിട്ട് കേട്ടാ ഇതടുത്തത് ശാലിൻ്റെ ഫാമിലിയുടെ സൂചിയറാണ് ഗംഭീര സൂചിയർ എല്ലാവരും കൈമുട്ടിക്കാ അടിപൊളി അടുത്ത ഇല്ല റെഡിലാ ഉള്ളത് കേട്ടാ ഏതെങ്കിലും ഒരു റെഡൊക്കെ ഉണ്ടാല് എന്തായാലും അതിനകത്തൊരു $1 സമ്മാനമായിരുന്നു കേട്ടാ അടുത്താലും പിടിക്കാം അയ്യോ കരണ്ട് പോയി കേട്ടാ അപ്പോൾ നമ്മൾ ജനറേറ്റർ സ്റ്റാർട്ട് ആകാൻ വേണ്ടി ചെറിയ ടൈം ഉണ്ട് അപ്പോൾ മോക്കൊരു ആഗ്രഹം എന്നിട്ട് കേട്ടാ അപ്പോൾ എല്ലാവരും ഹാപ്പി സൂചി കഴിഞ്ഞ് മിഷന്റെ മുകളിൽ കയറിയെന്ന് ഇതാ ഇറങ്ങാനായി നമ്മളെ ജാനുവിന്റെ ഫ്രണ്ടിന്റെ സൂചിയാണ് സമ്മാനം വാങ്ങണേ അയ്യടാ കൊണ്ടിട്ടില്ല കേട്ടാ അടുക്കുണ്ട്
അയ്യോടാ റെഡ് കൊണ്ടിട്ടില്ല കേട്ടാ, ഒറ്റ ഒന്നേ കൊണ്ടിട്ടില്ല, കുറേ ഉണ്ടായിരുന്നു ശരി, പക്ഷെ അത് റെഡിലില്ല. കേട്ടാ നമുക്ക് അടുത്ത പ്രാവശ്യം സമ്മാനം വാങ്ങാം. ഉള്ളിലേക്ക് ഒരു ഉഷാറ് കുറവും, ചിലപ്പോൾ ഉഷാറാക്കാൻ വേണ്ടി ഇതിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടാ. കുലുങ്ങി വേർക്കും കേട്ടോ, കുറച്ച് ഇതെല്ലാം വെള്ളം വന്ന് വേർത്ത് AC വെള്ളം എന്നിട്ട് വേർത്ത്. അപ്പോൾ അതും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയിട്ട് കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് വന്ന് കേട്ടാ. ഓ ഷട്ടർ പാതി താത്ത് കേട്ടാ, സമയം 8:10. അവിടെ പൂട്ടാനുള്ള പരിപാടി തോന്നാ, കസ്റ്റമർ ഉണ്ടല്ലോ. അപ്പോൾ കസ്റ്റമേഴ്സ് എല്ലാം പോയി കേട്ടാ. ഇനി നമ്മൾ ഷോപ്പ് പൂട്ടേണ്ട പരിപാടിയാണ്. എല്ലാവരും കൂടി പടപടാ പടക്കുന്നുണ്ട്. ഇതിൽ ഷോപ്പ് പൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ആഗ്രഹം ആർക്കും അറിയാവുക, ഏറ്റവും ദൂരത്തുണ്ട ആള് ഷബീർ. പിന്നെ കുറച്ച് ദൂരത്തിനകത്ത് വിജയിച്ചേട്ടാ. തിരക്കൊന്നുമില്ലല്ലേ? ഓന് വലിയ തിരക്കൊന്നുമില്ല. വീട്ടില് വൈഫേഴ്സിലുള്ള അതുകൊണ്ട് ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പൊ നാളെ ഞാൻ വരട്ടെ. അപ്പൊ ബൈജോട്ടിനെ തിങ്കളാഴ്ച അല്ലേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ചു നേരം ബൈജോട്ടിനെ കണ്ടോട്ട് എന്നാ പറഞ്ഞ. എന്റെ വിജയ്, ഈ സ്നേഹത്തിനൊക്കെ ഞാൻ എന്ത് തരും. അപ്പോൾ ഇന്നത്തെ ദിവസങ്ങളിൽ ഇതൊക്കെയാണ് നമ്മളെ രാവിലെ ഷോപ്പിൽ നടന്ന കാര്യങ്ങൾ. ശനിയാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, വലിയ കുഴപ്പമില്ല. അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ കച്ചവടം ഉണ്ടാവണം തന്നെയാണ് എല്ലാ കച്ചവടക്കാരും ആഗ്രഹിക്കുക, ഞാനും ആഗ്രഹിക്കുക. പിന്നെ ഇന്നുണ്ടല്ല ഒരുപാട് നമ്മളെ വീഡിയോ കണ്ട് ഒരുപാട് ആൾക്കാർ വന്നു കേട്ടാ. ഞാൻ പിന്നെ എല്ലാവരും ഒന്നും വീഡിയോയിൽ പെടുത്തിയിട്ടില്ല. ചില ആൾക്കാർക്ക് വീഡിയോയിൽ നിൽക്കാൻ മടിയുണ്ട്, അതുകൊണ്ട് നിർത്തിയിട്ടില്ല. വീഡിയോയിൽ എടുക്കാൻ കുഴപ്പമില്ലാത്തവരെ വീഡിയോസ് അത്യാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദിവസം ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ട് ഷോപ്പിൽ വരുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും നമുക്ക് വളരെയധികം സന്തോഷം. നമുക്കിതുപോലെ വീഡിയോ ചെയ്യാനും ഭയങ്കര സന്തോഷം, എല്ലാത്തിനും സന്തോഷം. എന്തായാലും നമ്മളെ ഷോപ്പിൽ വരുന്ന എല്ലാവർക്കും നന്ദിയാണ് പറയാനുള്ളത്. ഏതായാലും നമ്മളെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഷബീർ ഇന്നും നിർത്തൂടെ നമുക്ക്? ഷബീറിന് പോകണോട് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മളേതായാലും ഇന്നിതാ ഒരു റീൽസ് എടുക്കേണ്ട ഒരു തീരുമാനമായിട്ടുണ്ട്. ഐഡിയാസ് ഒന്നുമില്ല, എടുത്തോടുക്കും വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം തിരക്കിലാണ്. ഈ തിരക്ക് വെച്ചിട്ടൊരു റീൽസ് ആക്കാന്ന് എൻ്റെ പ്ലാനാണ്. പിന്നെ ഞാൻ വല്ല റീൽസിലേക്ക് കിടക്കട്ടെ. കട്ട് ഇനി അവിടെ പോയി കൂട്ടേണ്ട സമയമില്ലേ? 8:30 ബേ നോക്കണം. നീ സ്ലോ മോഷൻ കളിക്കുന്നത് നിങ്ങൾ. കട്ട് ഒന്ന് കണ്ണൂരിൽ പോകുന്ന വെച്ചായിരുന്നു, ഒച്ചം കല്ലുമ്മ കൈ നിന്നാൻ വേണ്ടിയിട്ട്. അല്ല കല്ലുമ്മ കൈ ചായ അല്ലേ? കട്ട് ബൈയോടാ. അപ്പോൾ കല്ലുമ്മ പറയണം ഇല്ല, വെച്ചോടെ പറഞ്ഞില്ല. എടാ നിങ്ങൾ കണ്ണൂരിൽ പോയി കല്ലുമ്മ ചായ അതിൽ നിന്നിട്ടാൻ പോട്ടല്ല. എടാ ബൈജോടെ നമ്മളെ കുറേ സമയം കണക്കന്നെ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞേ, നീ പറഞ്ഞോ ഒന്നോ. നമുക്ക് വിട്ടാലോ? നമ്മളെ വീഡിയോൻ്റെ ലാസ്റ്റ് സീനാണ് ഇത് കേട്ടാ. നമ്മളെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാവും ഇത് ഏതാണ് വീഡിയോ എന്നുള്ളത്. ഇതിൻ്റെ പേരുണ്ടല്ലോ, ഇതാ നിങ്ങൾ കണ്ടോ? കാണാത്തവരിതാ ജസ്റ്റ് ഫേസ്ബുക്കിലോ അല്ലെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പണം ഒരു പ്രശ്നമാണ്. കാണാത്തവരുണ്ടെങ്കിലേ എന്തായാലും ഒന്ന് കണ്ടോ കേട്ടാ. കാരണം വലിയൊരു കോമഡി അല്ല, എന്നാലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇതേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ദിവസം. ശരി എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.